everyone, welcome back to my YouTube channel. A very good morning to all of you. രാവിലെ എണീറ്റപ്പോൾ ഒരു 8:30 കുറച്ചുകൂടി നേരത്തെ എണീക്കണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ കിടന്നപ്പോൾ ലേറ്റ് ആയി. രാവിലെ തന്നെ മെഹന്തിയൊക്കെ കഴുകിക്കളഞ്ഞ്. ഹായ്, നല്ല രസമുണ്ടല്ലേ, നന്നായി ചുമന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ഇന്ന് ഷോ ഇറക്കാനുള്ള വകയായി. ഷോ ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഞാൻ രാവിലെ ഒച്ചയായിട്ട് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം രാവിലെ തന്നെ തുടങ്ങി കുക്കിങ്. ഞാനിതെൻ്റെ അടുക്കളയാണെന്ന് ചില സമയത്ത് മറന്നു പോകും കേട്ടോ. ഈ കെട്ടിച്ചു വിട്ട പെങ്ങന്മാർ നാത്തൂൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ബിഹേവിയർ ഇല്ലേ, അങ്ങനത്തെ ഒരു ബിഹേവിയറാണ് ചേച്ചിയൊക്കെ വരുമ്പോൾ എനിക്ക്. ഉച്ചയ്ക്ക് വേണ്ടിയുള്ള പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് ആശാത്തി. പിന്നെ ചേട്ടൻ ഇന്നലെ തന്നെ നല്ല പുളിയൊക്കെ ഇട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വായിൽ വെള്ളം വരുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇനി തിരിക്കുന്നത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്കാണ്. യെസ്, ഐ ആം ദാറ്റ് ഒഫീഷ്യൽ അടിച്ചു തളിക്കാരി. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ഏത് പരിപാടി വന്നാലും പാത്രം കഴുകാനും ആൾക്കാർ വേണമല്ലോ. പക്ഷെ ഞങ്ങൾ പാത്രം കഴുകുന്നവരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതിൽ വളരെ അസ്വസ്ഥരാണ് ഞങ്ങൾ. വി നീഡ് മോർ മോട്ടിവേഷൻ ആൻഡ് അപ്രീസിയേഷൻ. ഓക്കെ കാം ഡൗൺ ഗീതു, കാം ഡൗൺ. എൻ്റെ കിച്ചൺ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ, കുഞ്ഞൊരു കിച്ചണാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കുക്ക് ചെയ്യാൻ ഇത് ധാരാളമാണ്. പക്ഷെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വയ്ക്കാനും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കാനുമുള്ളൊരു സ്പേസ് അടുക്കളയിലില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും പുട്ടുമ്പഴായിരുന്നു, എനിക്ക് മാത്രം ദോശയും ചമ്മന്തിയും. ഞാൻ പിന്നെ ഗർഭിണിയാണല്ലോ, ഗർഭിണിക്ക് എന്തുമാവാലോ. ഇവരിവിടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള തത്രപ്പാട്ടിലാണ്. ഈ ക്ലോത്ത് എൻ്റെ ജെൻഡർ റിവീൽ പരിപാടിക്ക് ടേബിൾ ഷീറ്റായിട്ട് മേടിച്ചതാണ്. അന്ന് ഇത് ഉപകാരപ്പെട്ടില്ല, എന്തായാലും ഇന്ന് ഇതുകൊണ്ട് ഉപകാരമായി. ഞാൻ ഈ വീഡിയോയിലെ ഫംഗ്ഷന് വന്ന ചില മുഖങ്ങളൊക്കെ പരിചയപ്പെടുത്താവേ. ഇത് ഗോപി, മാക്സിൻ്റെ ഫ്രണ്ടാണ്. കടലമാവ് നല്ല ഒന്നാന്തരം പണി തന്നു ഗൈസ്. അതിങ്ങനെ പൊളിഞ്ഞു വരുമായിരുന്നു. രാഹുലിന്റെ എഫേർട്ട് മൊത്തം വെള്ളത്തിലായി. പിന്നെ എവിടെയോ പോയി വാട്ടർ പെയിന്റ് മേടിച്ചിട്ടാണ് വളകാപ്പെന്ന് എഴുതിയത്. ധനുവിന്റെ കാലെന്തായാലും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. രാജിയാണ് എന്നെ സാരി ഉടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. രാജീനെയും ഗ്രീഷ്മേനെയും പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെ നിങ്ങൾ എൻ്റെ ഒരുവിധം എല്ലാ റീൽസിലും കണ്ടു കാണും. ഇന്നലെ മെഹന്തി ഇട്ട കലാകാരൻ പ്രണവില്ലേ, അവന്റെ വൈഫാണ് രാജി. അമ്മൂന്റെ കല്യാണത്തിന് മേടിച്ച സാരിയാണിത്. ഇതിന്റെ ബ്ലൗസ് ഒന്നും എനിക്കിപ്പം ഫിറ്റ് അല്ല. ഈ ഇട്ടിരിക്കുന്നത് ഷെയ്നെന്ന് ഓർഡർ ചെയ്തൊരു ക്രോപ്പ് ടോപ്പാണ്. എനിക്കൊരു വയലറ്റ് സാരി ഉടുക്കണം എന്നായിരുന്നു ആഗ്രഹം മൂത്ത് ഞാനൊരു വയലറ്റ് സാരിയൊക്കെ മേടിച്ചു. മമ്മീനെ കൊണ്ട് ബ്ലൗസും തയ്പ്പിച്ചു. മമ്മി അതൊരു ഫ്രണ്ടിന്റെ കയ്യിൽ എനിക്ക് കൊടുത്തു വിടുകയും ചെയ്തു. പക്ഷെ ഞാൻ ആ സാരി ഇട്ട് നോക്കിയപ്പം എനിക്ക് ഇറക്കം എത്തുന്നില്ല, വയറ് കവറാവുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഗൈസ്, ഇത് അനുശ്രീ, ഗോപിയുടെ വൈഫ്. നേരത്തെ പരിചയപ്പെടുത്തിയ ഗോപിയില്ലേ, ആ ഗോപിയുടെ വൈഫ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ അതോ ഓവറാണോ? ഇരിക്കട്ടെ, കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. ഇട്ടിരിക്കുന്ന എല്ലാ ഓർണമെന്റ്സും അതർ ദാൻ കമ്മൽ ഷീൻ ഓർഡർ ചെയ്തതാണ്. ഷീൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അല്ലേ. നാട്ടിലെ പോലെ അങ്ങനെ നമ്മുടെ ടൈപ്പ് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ മാത്രം ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഷീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേടിക്കുന്ന ക്ലോത്ത്സ് ബാക്കി ഐറ്റംസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഓർണമെന്റ്സിന് മാത്രം റിട്ടേൺ പോളിസി ഇല്ല. മുല്ലപ്പൂ വെച്ചിട്ടും എന്തോ ഒരു മിസ്സിങ് അല്ലേ. പൊട്ട് വെച്ചിട്ടില്ല. എന്നാ പിന്നെ സിന്ദൂരം കൂടി ആവാം. ഇതായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഈ സിന്ദൂരം വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനോടുള്ള ക്രേസൊക്കെ പോയി. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ ഗൈസ്?
ചട്ടിയിലാണെന്നുള്ളൂ. കുറച്ചുകൂടി കട്ടിയാക്കാം. ചട്ടിയിൽ പോയിക്കോട്ടെ. ഓക്കെ, അതാ സെറ്റ്, അത് സെറ്റ്. നിന്നെ ദൈവം അനുഗ്രഹിക്കൂടെ ആശിഷേ. ഇവരുടെയൊക്കെ എക്സ്പ്രഷൻ കണ്ട ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ ഇടിച്ചതാന്ന് പറയത്തേയില്ല. എന്നാ നാച്ചുറൽ ആക്ടിങ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വളകാപ്പ് സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടുമോയെന്ന് പേടിയാ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം പ്ലേ ചെയ്യുന്ന പാട്ട് കേട്ട് ഞാൻ കുറച്ച് ഇമോഷണൽ ആയോ എന്നൊരു സംശയം. തായ്മൈ വാഴകീന് തോയിൽ സെന്തമിഴ് ആരീരാരോ. ഈ പാട്ട് കേട്ടാ ഏത് ഗർഭിണിയും ഒന്ന് ഇമോഷണൽ ആയി പോകും. സ്ഥിരം വളകാപ്പ് സോങ് ആണെങ്കിലും എന്തോ ഒരു മാജിക് ഉണ്ട് ഈ പാട്ടിന്. എനിക്ക് മാക്സിനെ കുറിച്ചൊന്നും പറയാണ്ട് ഞാൻ എങ്ങനെയാ പോവാ. പക്ഷെ എന്ത് പറഞ്ഞാലും ക്രിഞ്ചായി പോവും. ഞങ്ങൾ ഒന്നിച്ചുള്ള ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ അവൻ പല റോൾസും പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ഫാദർലി ഫിഗർ, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് പാർട്ട്ണർ, ചില സമയത്ത് ഇറിറ്റേറ്റിംഗ് കെയറേട്ടൻ. പക്ഷെ ഈ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൻ എനിക്കൊരു മദർലി ഫീൽ കൂടി തന്നു കേട്ടോ. ഈ തെറിയിൽ വിജയ് പറയണ പോലെ നീ എനിക്ക് ഇന്നൊരു അമ്മാമ, ആ ഒരു ലൈൻ. എനിക്കെൻ്റെ വീട് മിസ്സാവുമോ, എൻ്റെ മമ്മീനെ മിസ്സാവുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് എൻ്റെ കാര്യം അത്രയും ഭംഗിയായിട്ട് അവ ശ്രദ്ധിച്ചിരുന്നത്. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആരായാലും അപ്പം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. അത് പബ്ലിക്കലി ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഇവരെ ആരെയും ഞാൻ പേരെടുത്ത് പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ. എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ തന്നെ. ഇവിടെ UK വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊരു വീട്ടിലായിരുന്നു താമസം. ഞങ്ങളുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അതാണ് ഞങ്ങൾക്കിടയിൽ ഇത്രയും നല്ലൊരു ബോണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ വഴിക്കായി അങ്ങ് പിരിഞ്ച്. എന്നാലും ഇങ്ങനെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൂടും. അതൊക്കെ ഉള്ളൂന്ന് ഇവിടെ ഒരു സന്തോഷം. ഇപ്പോൾ ഈ വളകാപ്പ് ഫംഗ്ഷൻ തന്നെ ഇവരുടെ ഐഡിയ ആയിരുന്നു. ഞങ്ങൾ 3 ഫാമിലി മാത്രമായിട്ട് ചെറുതായിട്ട് നടത്താമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ആ പ്ലാൻ അങ്ങോട്ട് വിപുലീകരിച്ചു. ഇത് രാഹുലിൻ്റെ അച്ഛനും അമ്മയാണേ. അവർ 6 മന്ത്സിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് വന്നതാണ്. ഈ പരിചയപ്പെടുത്തൽ ഭയങ്കര ബോറാവുന്നുണ്ടല്ലേ, എനിക്ക് തന്നെ തോന്നുന്നു. ഇവരെയും കൂടി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാചകടി നിർത്താവേ. ഇവിടെ ഫസ്റ്റ് നിൽക്കുന്നതാണ് നിസാം, നമ്മുടെ പുയ്യാപ്പിള. അവൻ ലാസ്റ്റ് മന്ത് പോയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കൊച്ചാണ്. അവൻ്റെ തൊട്ടിപ്പുറം നിൽക്കുന്ന ഷഹാന. എൻ്റെ സൈഡിൽ നിൽക്കുന്നത് നിസാമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിൻറ്റു, മിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ആൻഡ് കുഞ്ഞാവ.
പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, ഫങ്ഷൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലില്ല. കാരണം എൻ്റെ മെമ്മറി ഇടയ്ക്ക് വെച്ച് ഫുള്ളായിപ്പോയി. സോറി ഗൈസ്. എന്തോരം പലഹാരങ്ങളായിരുന്നു എന്നാ. ഞാൻ 9 മാസം ആവാനായതുകൊണ്ട് 9 കൂട്ടം പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നും ഓരോരുത്തർ കൊണ്ടുവന്നതാണേ. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ വളകാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രഗ്നന്റ് ലേഡീനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഐ ഫെൽ സോ ബ്ലെസ്ഡ്. ഇങ്ങനൊരു പരിപാടി നടത്തിയതുകൊണ്ടല്ല, ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്നാലോചിച്ചിട്ട്.